ഇന്ന് നമുക്കെന്താ പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തിനാണ് പോണേന്ന് വെച്ചാലേ, അങ്കിള് 2-3 ബോക്സിൽ 3, 4, 5 ഗ്രീൻ ചില്ലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്മോൾ സൈസ് ഗ്രീൻ ചില്ലി, ബിഗ് സൈസ് ഗ്രീൻ ചില്ലി, പിന്നെ ക്യാപ്സിക്കം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു TMCയിൽ ഇതിന് എത്രയാണ് വിലയെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇനി പോകുമ്പോൾ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയണത്, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ എനിക്കൊരു വീഡിയോ പിടിക്കാനുമായി ആൻറ്റി പറഞ്ഞു പോയെടുത്തിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു രക്ഷ കിട്ടുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ക്യാമറയായിട്ട് ഫോണും എടുത്തിട്ട് ഇറങ്ങി. ഞാനിങ്ങനെ ഫോൺ പിടിക്കുമ്പോഴേ അവർ ചോദിക്കുന്നുണ്ട്, ഈ ഫോൺ സാധാരണ ചെവിട്ടിൽ വെച്ചിട്ട് സംസാരിക്കണേ, എന്തിനാ ഇങ്ങനെ പിടിച്ചേക്കണേന്ന്. പിന്നെ ഇതെല്ലാവരും ഒരു തൊഴിലായിട്ട് എടുത്തിട്ടുണ്ട്, ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കല്. ഞാനും അതുപോലെ ഒരു തൊഴിലായിട്ട് എടുക്കും. പിന്നെ എന്താ വിശേഷം? പിന്നെ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ TMCയിൽ പോകണേ. എനിക്ക് കൈവേദന എടുക്കണം ഈ ഫോൺ പിടിച്ച്. എന്താ ആകാശം കാണിച്ചെന്നറിയാൻ ഇടക്കിടക്ക്. അല്ലെങ്കിൽ ഈ സെയിം റോഡ് തന്നെ ഇവിടെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ കുറച്ച് ആകാശം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതാട്ട സംഭവം. പിന്നെന്താ, റെസ്റ്റോറൻറ്റിലേക്ക് തിരക്കാണല്ലോ. കണ്ണട ഗ്ലാസ്, കണ്ണട മേടിക്കാനാണ് തിരക്ക്. എനിക്ക് വാങ്ങിക്കണം ബിഗ് ഗ്ലാസ്. അപ്പോൾ വാങ്ങിക്കണം. നമ്മുടെ സുകുമാരിയൊക്കെ പറഞ്ഞ പോലെ അമേരിക്കൻ അമ്മ എന്നോട് പറഞ്ഞു, ഇത് ഈ ഷോപ്പ് വേണ്ട, ഇതൊരു ലേഡി നടത്തുന്നതാട്ടാ ഉണ്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും നാട്ടിൽ പോയിട്ട്, പക്ഷെ അപ്പം ഇങ്ങനത്തെ വണ്ടി വാങ്ങിക്കണം. നാട്ടിൽ പോയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങാം. സംഭവം സെറ്റപ്പാണ് അല്ലേ? കുട്ടിയുള്ള കുഴപ്പമില്ല, നല്ല പരിപാടിയാണല്ലേ. പുള്ളിക്കാരത്തി ഉണ്ടായിച്ചെങ്കിൽ എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെയാണ് വീഡിയോ എടുക്കണേ കണ്ടോ. പക്ഷേ അതിൻ്റെ ഇതറിഞ്ഞിരിക്കണം നമ്മൾ. എന്ത് കണ്ടോ, എന്ത് തിരക്കാൻ നോക്കിക്കേ കണ്ടോ. സംഭവം സെറ്റപ്പാണെന്ന് ഞാൻ പറഞ്ഞതേ, അത് ആ മെത്തേഡ് അറിഞ്ഞിരിക്കണം. എന്താ ടേസ്റ്റ്, നമ്മൾ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോന്ന് കഴിച്ച് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു അല്ലേ? കൊള്ളാം. എന്നുവെച്ചാൽ ഒരു വാൻ എടുക്കുക, പല ടൈപ്പ് ബർഗറുകൾ, മീറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. കൊള്ളാം. പുള്ളിക്കാരത്തിനോട് ചോദിച്ച് കഴിക്കണം. ആദ്യം കഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ട്രയലടിക്കാൻ. ഓക്കേ, അത് കൊള്ള പരിപാടി. എപ്പോഴും ഈ പരിപ്പോടയും വടയൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഈ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതായിട്ട് കഴിക്കണം. അപ്പോൾ ആൾക്കാർക്കും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? എപ്പോൾ നോക്കിയാലും പരിപ്പോട, ബജ്ജി, പഴംപൊരി, വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ലേഡി ഫിംഗർ ഇവിടെ ഉണ്ട്. ദൈവമേ, ഈ ലേഡി ഫിംഗറിനെ പിടിക്കണ്ട. എല്ലാത്തിനും ലേഡി ഫിംഗർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പണി കിട്ടും. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഇതേ കണ്ണട ഗ്ലാസ്. അപ്പോൾ കണ്ണട വാങ്ങിക്കണം. പിന്നെന്താ, പിന്നെ അങ്ങനത്തെ സംഭവം വാങ്ങിക്കും. അപ്പോൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം. ചൈനീസിന് ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. ബാറും കൂടിയാണ്. പപ്പ നല്ല ചിരിയാണ്.
എന്തൊരു ഹൈറ്റാണ് എൻ്റെ പൊന്നെ. ഡബിളുണ്ട്, ഡബിൾ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അകത്തോട്ട് കയറിയിട്ട് പുറത്തോട്ട് വേണം. ഓക്കെ, ഹായ്. നല്ല തണുപ്പ്. നല്ല കോഫിയുടെ മണം കേട്ടോ. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നേ. ആ പുള്ളിക്കാരത്തി പറയണത് മിണ്ടാതെ വീഡിയോ എടുക്കാതെ ചിലതാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ എന്ത് ചിലന്ന് പറയാനോ, നമ്മുടെ ചില കേൾക്കാൻ ആരെങ്കിലും വേണ്ട, വേറെ പണിയിലൊന്നും കൊടുക്കും. ആ ചേച്ചിനെ കൊള്ളാമല്ലോ. പിന്നെ പൊട്ടിയല്ലേ ചെയ്യുന്നു. അപ്പം നമ്മളെന്തിനാ പോണേ? TMCയിൽ ഗ്രീൻ ചില്ലിയുടെ ഫോട്ടോ എടുക്കാം. എനിക്കൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നെ ആൻറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ മറന്നു. ഞാൻ വീഡിയോ എടുക്കാനുള്ള തിരക്കിൽ ഞാൻ ഓടി നടക്കും. അപ്പോൾ എന്ത് പറ്റും, ആൻറ്റി പറഞ്ഞ കാര്യം മറന്നു. ഇപ്പോൾ TMCയിൽ ഇങ്ങനെയുണ്ടോ വഴി? ഇങ്ങനെയാ കാർ പാർക്കിംഗ് ഏരിയ. ഓക്കെ, ഇങ്ങനെ തന്നെ പോവാം. ആകാശത്ത് നീലി കണ്ടു, കുറവിൻ്റെ നാണമെൻ്റെ. നല്ല മഴക്കാരുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു, ഇപ്പോൾ മഴക്കാരുണ്ട്. ആൾക്കാർ ഇത് എനിക്ക് വട്ടാണെന്ന് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഇതിലേ പോകാം. ഓക്കെ, ഇപ്പോൾ 8 മിനിറ്റ്. അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ്. ഓക്കെ, അതിലേക്ക് ഇറങ്ങി വരാം. വണ്ടി വരുന്നില്ല, ക്ലോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. മൊബൈൽ പിടിച്ചോ. TMC എവിടെയാണേ? നമുക്ക് ഇങ്ങനെ കറങ്ങിപ്പോം അല്ലേ? ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി കറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പോകാം. ഓക്കെ, ഇന്നെന്താഴ്ച? ഇന്ന് വേറാഴ്ചയുള്ള മറ്റേ ടോട്ടോ ഉണ്ടോ? വേണ്ട, ടോട്ടോ ഇപ്പോൾ എടുക്കണ്ട. ഞാൻ വേറൊരു സാധനം മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അത് കിട്ടിയിട്ട് നമുക്ക് ടോട്ടോ എടുക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും, ടോട്ടോ അടിക്കത്തില്ല. ഓക്കെ, അത് മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞിട്ട് ടോട്ടോ എടുക്കാം. നോക്കട്ടെ എൻ്റെ മാനിഫെസ്റ്റേഷൻ ഡിലേഡ് മാനിഫെസ്റ്റേഷനാണോ എന്ന് നോക്കാം. ഓക്കെ, അയ്യോ ഇതിപ്പോൾ എന്താ പറയണ്ട, നമ്മൾ ചോറ് വാരത്തിന് നേരെ ചോറ് വാരത്തിന് കറങ്ങിത്തിരും. അത് വേണ്ട, എനിക്ക് തന്നെ ബോറടിക്കുന്നു. അതാണ് TMC. ഇവിടെ ഒരു കുഞ്ഞുവാവ നടക്കുന്നുണ്ട്. അയ്യോ, കണ്ണ് കാണുന്നില്ല. അതാണ് ഞാനും ആൻറ്റിയും കൂടി ഇതാ വഴി ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നേ. അന്നേരമൊന്നും ഞാൻ എന്താ പറയണ യൂട്യൂബ് ചാനൽ
തുടങ്ങിയിട്ടില്ലേ? പുതിയ ചാനൽ ഇപ്പോഴല്ലേ തുടങ്ങിയത്. യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ പുതിയ ചാനലിൽ ഇപ്പം. പക്ഷെ ആ വഴിയൊക്കെ എടുക്കണമെങ്കിൽ ഇനി ഒരു ദിവസം കറങ്ങി നടക്കാം. ഇവരെന്താ കട പൂട്ടിയിട്ട് പോകണമെന്ന് നിൽക്കുമായിരുന്നു. ഞാൻ പൂട്ടിപ്പോയല്ലോ ചോദിച്ചു നോക്കാറുണ്ടോ? വൈ ആർ യു ക്ലോസിങ്? ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നമുക്ക് വീണ്ടും വരെ എന്താ പറയണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.